ഇറങ്ങും യാത്ര.
പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ശ്രവിക്കുന്ന ഈശോയുടെ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ആഴമായിട്ട് ഇറങ്ങിക്കൊണ്ട് പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള വലിയൊരു കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെയെല്ലാം അടയ്ക്കാം. യെശയ്യാ 30:21 പറയുന്നത്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിറകിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയമുള്ളവരെ, ആ സ്വരം നമ്മൾ ഇന്ന് ശ്രവിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സുകളൊക്കെ നമ്മൾ പാകപ്പെടുത്തണം. അതിനായിട്ട് വലിയൊരു ദൈവകൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം ശ്രവിക്കുന്നതിന് നമ്മുടെ കാതുകളെയെല്ലാം ഒരുക്കാം. നമ്മളിന്ന് ചിന്തിക്കുക യെശയ്യായുടെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനമാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം കടാക്ഷിക്കുന്നതിനായി ദൈവം സൃഷ്ടിച്ച മനുഷ്യനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് സ്വർഗത്തിലിരിക്കുന്ന ദൈവം കടാക്ഷിക്കുക. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം കാലഘട്ടങ്ങൾക്ക് മുൻപേ ഈ തിരുവചനം അരുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ മക്കളായ നമ്മളിലേക്കും ഇതിൻ്റെ വിത്തുകൾ പാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിലെ സക്കേവൂസ്. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുക വിശുദ്ധ സക്കേവൂസിനെ പറ്റിയാണ്. ദൈവത്തിൽ നിന്നെല്ലാം ഒരുപാട് അകന്നു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം ജീവിച്ചു ഇരുന്ന ആ സക്കേവൂസ് ദൈവത്തെ കാണുവാനായിട്ട് ഒരു നിമിഷം ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിനു മുൻപേ ഈ സക്കേവൂസിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരുപാട് നിർവചനങ്ങളുണ്ട്. സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. വീണ്ടും സക്കേവൂസിനെ പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുകയാണ്, സക്കേവൂസ് പാപിയായിരുന്നു എന്നാണ് അക്കാലഘട്ടത്തിലെ ജനങ്ങൾ വിധി എഴുതുന്നത്. പ്രിയമുള്ളവരെ, ആ ദിവസം സക്കേവൂസ് ദൈവത്തിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവനിലുണ്ടായിരുന്നു. ചുങ്കക്കാരിൽ പ്രധാനി എന്ന അവസ്ഥയും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദുരാത്മാവായ ധനികമായ അവസ്ഥയും പാപത്തിൻ്റെ സകല പടുകുഴികളും നിറഞ്ഞ വ്യക്തിയായിരുന്നു സക്കേവൂസ്. എന്നാൽ ആ സക്കേവൂസ് കർത്താവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക, വളരെ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് യേശു വരുന്നെന്ന് കേട്ടപ്പോൾ, ജനക്കൂട്ടത്തോടൊപ്പം യേശു വരുന്നെന്ന് കേട്ടപ്പോൾ ഈ സക്കേവൂസ് ഓടി സിക്കമൂർ മരത്തിൽ കയറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് യേശു വന്നു നിന്നുകൊണ്ട് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി, സക്കേവൂസ് സക്കേവൂസ്, നീ വേഗം ഇറങ്ങി വരിക എന്ന് ഗ്രന്ഥത്തിൽ സക്കേവൂസിനോട് പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ചോദ്യം, ഈ രാത്രിയിൽ ഈ ആവശ്യം യേശു നമ്മളോടാണ് പങ്കുവയ്ക്കുക. ഒരുപക്ഷെ കർത്താവിന് സക്കേവൂസിനോളം ഉയരത്തിലെത്തിയിട്ട് സക്കേവൂസിനുമായി ഒരു കോൺവെർസേഷൻ നടത്താമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ആവശ്യപ്പെടുന്നത് എളിമയാണ്. അതാണ് യെശയ്യാ 62:2 പറയുക, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും അവൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, തൻ്റെ പാപകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ടും, നമുക്കറിയാം ധനത്തിൻ്റെ ഒരു ആഢ്യത്വം, അഹങ്കാരം, ചുങ്കക്കാരിൽ പ്രധാനി എന്ന് പറയുമ്പോൾ വിദ്വേഷം, പക, ഭീഷണി, ഇത്തരത്തിലുള്ള പാപത്തിൻ്റെ കെട്ടുകൾ ഈ സക്കേവൂസിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും കർത്താവ് ഒന്ന് വിളിച്ചപ്പോൾ സക്കേവൂസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വയ്ക്കുക, തീഷ്ണതയോടെ തിടുക്കത്തിൽ ആ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്നുവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഒന്ന് വിളിക്കുമ്പോൾ സക്കേവൂസ് ആ ഇറങ്ങി വന്ന തീഷ്ണതയോടെ ആയിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കേണ്ടത്. നാം എല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. കർത്താവിനെ കാണുന്നതിനായി ടൈം ഷെഡ്യൂളുകൾ അനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ, കുദാശകളിൽ, മറ്റു പ്രാർത്ഥന കൂട്ടായ്മകളിൽ നാം എല്ലാം പങ്കുചേരുന്നു.
എന്നാൽ പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മകളെല്ലാം യേശു നമ്മളെ നോക്കിയും വിളിക്കുന്നുണ്ട്, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ ഇറങ്ങി വരിക. നീ ധനത്തിന്റെ മുൻപിലാണോ? നീ വിദ്വേഷത്തിന്റെ, പകയുടെ, പാപത്തിന്റെ പടുകുഴിയുടെ മലകളിലാണോ? അതുപോലെ ഉദാഹരണമായ സിക്കമൂർ പല പല മരങ്ങളുടെ മുകളിലാണോ നീ നിന്റെ ഹൃദയം കർത്താവ് വിളിക്കുമ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നത്, ഒട്ടിച്ചു വച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നീ അവിടെ നിന്നും ഇറങ്ങി വരിക. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെടാതെ അവനെ സ്വീകരിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുകയാണ്, ഈ സക്കേവൂസ് ഇറങ്ങി വരുമ്പോൾ തിടുക്കത്തിൽ ഇറങ്ങി വരിക എന്ന് അവിടെ വചനം പറയുന്നുണ്ട്. ഈ തിടുക്കം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് സക്കേവൂസിനോടൊപ്പം എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം സക്കേവൂസ് ഉപേക്ഷിച്ചുകൊണ്ടാണ് ആ മരത്തിൽ നിന്നും തിടുക്കത്തിൽ യേശുവിൻ്റെ കാൽക്കീഴിലേക്ക് ഇറങ്ങി വരിക. പ്രിയമുള്ളവരെ, നമ്മൾ എളിമപ്പെടണം. മറ്റുള്ളവരെ കുറ്റം പറയുന്ന അവസ്ഥകൾ നമ്മൾ ജീവിതത്തിൽ നിന്നും ദൂരെ എറിയണം. പ്രിയമുള്ളവരെ, കർത്താവാണ് വിധിക്കുന്നത്. അങ്ങനെ എളിമപ്പെട്ടുകൊണ്ട് ഓരോ കുദാശയിലും ഓരോ വിശുദ്ധ കുർബാനയിലും നീയും ഞാനും എന്നു തുടങ്ങി നമ്മുടെ ഹൃദയങ്ങൾ എല്ലാം കർത്താവിന് വേണ്ടി അർപ്പിക്കുന്നുവോ അന്നാണ് ദൈവം നിന്നെ വിളിക്കുന്ന യഥാർത്ഥ വിളി നീ കേൾക്കുക. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ച വചനം, യെശയ്യാ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിറകിൽ നിന്നും നീ ഒരു സ്വരം ശ്രവിക്കും. അതാണ് ദൈവത്തിന്റെ വിശുദ്ധമായ വിളി. പ്രിയമുള്ളവരെ, ആ വിശുദ്ധമായ വിളിയാണ്, ആ വിശുദ്ധിയിലേക്കാണ് കർത്താവ് ഈ രാത്രിയിൽ നിന്നെയും എന്നെയും എല്ലാം വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സക്കേവൂസ് കർത്താവിന്റെ മുൻപിൽ വീണ്ടും തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയാണ്. ഞാൻ എന്തെല്ലാം ഇരട്ടിയായി വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ അതെല്ലാം സകലർക്കും വേണ്ടി ദാനം ചെയ്യുകയാണ്. തൻ്റെ മനസ്സ് കർത്താവിന്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും അനുദപിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ആ സംഭവം ഓർമ്മിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അനുതാപത്തിലേക്കാണ് സക്കേവൂസ് ഇറങ്ങി വരിക. പ്രിയമുള്ളവരെ, ആ അനുതാപമാണ് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മോട് കർത്താവ് പറയുന്നത്, ആത്മാവിൽ എളിമയും അനുതാപവും. മൂന്നാമതായിട്ടാണ് പ്രിയമുള്ളവരെ, എൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടണം. ആ ഭയം നമ്മുടെ സ്നേഹത്തിൽ നിന്നുള്ളതായിരിക്കണം നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ. കാരണം ശിക്ഷിക്കുന്ന ദൈവമല്ല, കുരിശുമരണത്തിലൂടെ രക്ഷിക്കുന്ന ദൈവത്തെയാണ് സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി, ഈ ലോക ജനതയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിപ്പിച്ചത്. ആ രക്ഷിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ വെച്ച് സക്കേവൂസ് ഈശോ അവനോട് പറഞ്ഞ ദൈവവചനങ്ങളെല്ലാം പാലിക്കാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ യേശു ക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തം ചിന്തിയ വാർന്നു മരിച്ച യേശു ക്രിസ്തു ആ രാത്രിയിൽ ആ ദിവസം സക്കേവൂസിനെ നോക്കി പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്റെയും എന്റെയും ഭവനത്തിന് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന ഈ രക്ഷ, ഇന്ന് നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ആ രക്ഷയുടെ വാഗ്ദാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് ഏറ്റുവാങ്ങുവാനാണ് ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നത്. ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ചേ. നമ്മുടെയൊക്കെ മനസ്സ് കർത്താവിനെ അന്വേഷിച്ച് വിശുദ്ധ ബലികളിൽ, കുദാശകളിൽ, പ്രാർത്ഥന കൂട്ടായ്മകളിൽ പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സും ഹൃദയവും കർത്താവിൽ നിന്ന് ദൂരെയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണോ? നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഈ വിശുദ്ധ ഗ്രന്ഥത്തില് പല കാലഘട്ടങ്ങളിലായി വിശുദ്ധ പ്രവാചകരിലൂടെ ദൈവം നമുക്ക് വേണ്ട വചനങ്ങൾ ഇങ്ങനെ എഴുതി സൂക്ഷിക്കപ്പെട്ട് ഈ കാലഘട്ടത്തിലും ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിലെഴുതിയ സകല വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കുവാനായിട്ട് അർഹരാണ് പ്രിയമുള്ളവരെ. ഈ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവം പറഞ്ഞ നമ്മുടെയൊക്കെ കൽപ്പനകൾ നാം കുറച്ചെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പാലിക്കണം. അപ്പോഴാണ് സക്കേവൂസിനെ പറ്റി യേശു ക്രിസ്തു പറഞ്ഞു വെക്കുക, നീയും അബ്രാഹത്തിന്റെ മകനാണ്, മകളാണ്. പ്രിയമുള്ളവരെ, അബ്രാഹത്തിന്റെ മകനും മകളും വിശ്വാസത്തിന്റെ പുത്രനാണ്. യേശു ക്രിസ്തു കുരിശിൽ ജീവൻ നൽകിക്കൊണ്ട് വാർത്തെടുത്തവരാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുമ്പിൽ ഈ ലോകത്തെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഈ കാലഘട്ടത്തിന്റെ ദേവൻ അന്തമാക്കിയ നമ്മുടെ നയനങ്ങളെയെല്ലാം മാറ്റി പുതിയൊരു ചൈതന്യം നിക്ഷേപിച്ചുകൊണ്ട്, ആത്മാവിന്റെ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ഈ സക്കേവൂസ്
കേട്ട വാഗ്ദാനം, പ്രാപിച്ച വാഗ്ദാനം ഈ രാത്രിയിൽ നാമും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നേടിയെടുക്കണം. പ്രിയമുള്ളവരെ, നമ്മളെ നോക്കി ഇതാ കർത്താവ് പറയുന്നു, നീയും ഞാനുമെല്ലാം അബ്രാഹത്തിന്റെ മക്കളാണ്. ഈ അബ്രാഹത്തിന്റെ മക്കളല്ലേ നമ്മൾ? എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം സ്വീകരിക്കുവാനുള്ള ഒരു കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തില് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: നീ എന്നെ പൂർണ്ണമായും അറിയുന്നതിന് വേണ്ടി നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന ഞാൻ എൻ്റെ കാതിൽ കേട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, വിലാപങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനാവാത്ത വിധം അവന്റെ ചെവികളെല്ലാം മേഘം കൊണ്ട് മറച്ചിരിക്കുന്നുവെന്ന്, അവിടുന്ന് മേഘാവൃതനായെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ദാനിയേലിനോട് പറയുകയാണ്, നീ എളിമപ്പെടുത്തിയ സമയം മുതലേ യേശുവിനെ പറ്റി പൂർണ്ണമായിട്ടും അറിയുവാൻ, സ്വർഗത്തെ പറ്റി അറിയുവാൻ പൂർണ്ണമായിട്ട് നീ എളിമപ്പെടുത്തിയ ദിവസം മുതൽ, നിമിഷം മുതൽ ദൈവസന്നിധിയിൽ നീയും ഞാനുമെല്ലാം നീതിമാന്മാരായി മാറുകയാണ്. നീതിമാന്റെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ വിലയുള്ളത്. പ്രിയമുള്ളവരെ, അതാണ് ഇത്രയധികം വിശുദ്ധര് കത്തോലിക്ക സഭയിൽ നിറഞ്ഞ മധ്യസ്ഥമായി ഈ കാലഘട്ടങ്ങളിൽ ആത്മാവിലൂടെ നമ്മളെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യെശയ്യാ 10:17 വചനം പറയുന്നത് പോലെ ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ജ്വാലയായും മാറും. അത് ഒറ്റ ദിവസം കൊണ്ട് വളർന്ന് നിന്റെയും എന്റെയും എല്ലാം മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഈ എന്നെ കേൾക്കുന്ന എൻ്റെ ജനമേ ഈ നിമിഷം ശ്രമിച്ചുകൊണ്ട് കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് നല്ലൊരു മരണം വരിച്ച് സ്വർഗത്തിലുള്ള വലിയൊരു സ്ഥാനം കരസ്ഥമാക്കുവാനായിട്ട് ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ വചനം ഇതാ ഞങ്ങളുടെ കാതുകളില് ഇരുതല വാളിനേക്കാൾ മൂർച്ചയോടെ, പാറയെ തകർക്കുന്ന കൂടത്തിനേക്കാൾ ബലത്തോടെ അലയടിക്കുന്നു കർത്താവേ. ഇതിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ജീവിതാവസാനം വരെ ജ്വലിച്ചു നിൽക്കുവാനുള്ള വലിയൊരു കൃപയ്ക്കായി ത്രിത്വൈക ദൈവത്തിനോട്, പരിശുദ്ധ അമ്മയോടെ മധ്യസ്ഥം വഴിയായിട്ട് സകല വിശുദ്ധരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറിയത്തോടൊപ്പം ഏറ്റുപറയാം: നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ആ
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ